നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31ാമത് SI കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പോലീസിന് ജനസൌഹൃദത്തിന്റെ മുഖം കൈവന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. തനിക്കറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതായും സുനിൽകുമാർ. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യ മൊഴിയെടുക്കും. തിങ്കളാഴ്ച കുന്നംകുളം കോടതിയിലാണ് മൊഴിയെടുക്കുക. ദേശീയപാത മതിലകത്ത് ക്രെയിൻ ഇടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശിനി സൂഫിയക്കാണ് പരിക്കേറ്റത്. മതിലകം CK വളവിൽ മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീപിടിച്ചു. വീടിനകത്തുണ്ടായിരുന്ന വീട്ടമ്മ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. തുടർച്ചയായ നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്ക് പരിശീലനം നൽകാൻ ഗതാഗത വകുപ്പിന്റെ തീരുമാനം. MVDയുടെ പരിശീലന കേന്ദ്രങ്ങളിലായിരിക്കും 5 ദിവസത്തെ പരിശീലനം നൽകുക. പാതയോരങ്ങളിലെ ബോർഡുകളും ബാനറുകളും ഉടൻ മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കുലർ ഇറക്കി. സമയപരിധി നാളെ അവസാനിക്കും. മിണാലൂരിൽ ട്രെയിൻ തട്ടി വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മിണാലൂർ പെട്രോൾ പമ്പിന് പുറകുവശത്തെ റെയിൽവേ ട്രാക്കിലാണ് ഏകദേശം 70 വയസ്സ് തോന്നുന്ന വയോധികന്റെ മൃതദേഹം കണ്ടത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. യമഹ ബൈക്കുകൾ മോഷ്ടിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ട 2 പേർ പിടിയിൽ. കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി കോന്നത്ത് വീട്ടിൽ സുനീഷ്, മൂത്തക്കുന്നം സ്വദേശി മേപ്പറമ്പിൽ വീട്ടിൽ അൻവർ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടിയാട്ടത്തിന്റെ പരിശീലനം, സംരക്ഷണം, പ്രചാരണം എന്നിവ ലക്ഷ്യമിട്ട് കൂടിയാട്ടക്കളം എന്ന പേരിൽ കലാസ്ഥാപനത്തിന് തൃശൂരിൽ തുടക്കമായി. പാറമേക്കാവ് ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കൂടിയാട്ട ഗുരുക്കന്മാരായ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, കലാമണ്ഡലം രാമചാക്യർ, കലാമണ്ഡലം ഗിരിജാദേവി എന്നിവർ ചേർന്ന് കൂടിയാട്ടക്കളം ഉദ്ഘാടനം ചെയ്തു. മണലൂരിൽ നിരാലംബനും നിരാശ്രയനുമായ 72കാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കുണിഞ്ഞു വീണ് കിടന്നത് 4 ദിവസം. വിവരമറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകരും അന്തിക്കാട് പോലീസും ചേർന്ന് മരോട്ടിക്കൽ ഭരതനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC പ്രചാരണ ജാഥയ്ക്ക് ഈ മാസം 17-ന് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP നിർവഹിക്കും. ദേശീയ മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് CPSJയുടെ സംഗമം തൃശൂരിൽ നടന്നു. ജവഹർ ബാലഭവനിൽ നടന്ന സംഗമം മുൻ ഹൈക്കോടതി ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപതയിലെ എല്ലാ പള്ളികളിലെയും ഗായക സംഘാംഗങ്ങളെ പങ്കെടുപ്പിച്ച് പ്രഥമ ഗായക സംഘ സംഗമം ഗ്ലോറിയ ഫെസ്റ്റ് നാളെ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഗ്ലോറിയ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325ാം ജൂബിലി വർഷോദ്ഘാടനവും പുഷ്പാർച്ചനയും സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്നു. നാടകാചാര്യൻ CL ജോസ് അർണോസ് പാതിരിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നല്ലി MLA മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയായി KD ബാഹുലയനെ തെരഞ്ഞെടുത്തു. NG സന്തോഷ് ബാബു, K അഭിൽ ബേബി, KR പ്രശാന്ത് എന്നിവരാണ് പുതിയ അംഗങ്ങൾ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് ചൂട്ട് കത്തിക്കൽ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാപ്പാറ KCB ഓഫീസിന് മുന്നിൽ നടന്ന സമരം DCC എക്സിക്യൂട്ടീവ് അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുന്നുകുളം കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. 30 ഉത്സവ ആഘോഷ കമ്മിറ്റികളാണ് പൂരത്തിൽ പങ്കെടുത്തത്. 30 ആനകൾ ഗജസംഗമത്തിൽ അണിനിരന്നു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷമായി. ധനലക്ഷ്മി മാരാത്ത്, ഗീത ശശീന്ദ്രൻ, രാഗിണി പാറപ്പുറത്ത്,
വിജയലക്ഷ്മി രാധാകൃഷ്ണൻ എന്നിവർ നാമജപത്തിന് നേതൃത്വം നൽകി. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമാപ്പള്ളി മുളങ്കൂട് പരിസരത്തെ കൊടിക്കാൽ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ചെമാപ്പള്ളി സെന്ററിൽ നടന്ന യോഗം ആവശ്യപ്പെട്ടു. കരഞ്ചിറ കോലോത്തുംകുന്നിൽ നാഗപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. ചടങ്ങുകൾക്ക് മണക്കാട്ടുമന പരമേശ്വരൻ നമ്പൂതിരി നേതൃത്വം നൽകി. സൈക്കിൾ പോളോ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അനു ഡി ആലപ്പാട്ടിനെ ആദരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാബു അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്ററുമായ വാസുദേവൻ അന്തിക്കാടിന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. സിപിഎം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂർ നാഗത്താൻകാവ് നാഗരാജ വാസുകി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ആഘോഷിച്ചു. AN നാരായണ ശർമ്മ പൂജകൾക്കും വിശേഷാൽ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. എറവ് സെന്റ് തെരേസസ് ICSE IC സ്കൂളിന്റെ 16ാമത് വാർഷികാഘോഷം ആഘോഷിച്ചു. കണ്ടശംകടവ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് ചാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന അഗ്രി ബിസിനസ് എക്സ്പോയിൽ പുതിയ ജൈവ ഫെർട്ടിഗേഷൻ യൂണിറ്റ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേലൂർ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൌണ്ട് നവീകരണം പൂർത്തിയായി. അവണിശ്ശേരിയുടെ കായിക കുതിപ്പിന് കൂടുതൽ കരുത്തു പകരാൻ പഞ്ചായത്തിലെ ഏറ്റവും വലിയ മൈതാനത്ത് കഴിയുമെന്ന് അവണിശ്ശേരി മൈതാന വികസന സമിതി. വെള്ളത്തുരുത്തി ചിറ്റിലങ്ങാട് പുറമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പ ഭാഗവത ത്രയാഹവും 18ാം പടി സമർപ്പണത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി CK കരുണാകരൻ ഭദ്രദീപം തെളിയിച്ചു. 4 ദിവസങ്ങളായാണ് സമർപ്പണം നടക്കുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PG ജോൺസൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചളിങ്ങാട് GMLP സ്കൂളിൽ നടന്ന ക്യാമ്പ് കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ശലഭോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്കും ഗോളക സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടത്ത് അംഗപരിമിതിയായ ലോട്ടറി വിൽപ്പനക്കാരിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിൽ അമ്പിളിക്കാണ് പരിക്കേറ്റത്. പുതുക്കാട് കാവലൂരിൽ തോട്ടിൽ വീണ് വയോധികൻ മരിച്ചു. കാവലൂർ സ്വദേശി മേപ്പുറത്ത് വീട്ടിൽ 69 വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത്. ബസ്സിൽ കടത്താൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവുമായി 2 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണുത്തി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മാള കുഴിക്കാട്ടുശ്ശേരി സ്വദേശി ലിബിൻ, ചെല്ലാനം സ്വദേശി സ്റ്റെമിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ശങ്കരൻകാവ് വഴിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു. ആർക്കും പരിക്കില്ല. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.